ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രഭാതവന്ദനം അറിയിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ലൂക്കോസ് 7:4-5 വാക്യങ്ങൾ. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് താൽപ്പര്യമായി അപേക്ഷിച്ചു. നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് ഒരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശതാധിപൻ്റെ വിശ്വാസം, ഇതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത്. വിശ്വാസത്തിന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നൽകാൻ നമുക്കറിയാം. അതിന് ഉപോത്ബലകമായ വേദഭാഗങ്ങളും ലഭിക്കും. എന്നാൽ ഇവിടെ ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തെ കർത്താവ് ശ്ലാഘിക്കുന്നത് നമ്മൾ കാണുന്നു. മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ള ഹൃദയം വിശ്വാസത്തിന് ഏറെ ആഴമായി വേര് ഊന്നാൻ സാധ്യതയുള്ള ഇടമാണ്. മറ്റുള്ളവരിലേക്ക് ആർദ്രത ഒഴുകുന്നതും മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ളതും അവരെ സ്നേഹിക്കുന്നതുമായ ഒരു ഹൃദയമായിരുന്നു ശതാധിപന് ഉണ്ടായിരുന്നത്. അത്തരം ആർദ്രതയുള്ള ഒരു ഹൃദയത്തിൽ നിന്ന് ചൈതന്യമുള്ള വിശ്വാസം പുറപ്പെടും. അവൻ കർത്താവിനെ സ്നേഹിച്ചിരുന്നു. കർത്താവിൻ്റെ അടുക്കലേക്ക് ആളയച്ചു എന്നത് അതിനൊരു തെളിവാണ്. ദൈവജനത്തെയും അവൻ സ്നേഹിച്ചു. യഹൂദന്മാർ അവനെപ്പറ്റി യേശുവിനോട് പറഞ്ഞത്, ഗുരു, നീ ഇത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്നതാണ്. യഹൂദന്മാരും റോമാക്കാരും തമ്മിൽ സ്നേഹിതന്മാരല്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ദൈവത്തെയും ദൈവജനത്തെയും സ്നേഹിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ ദാസനെയും അവൻ സ്നേഹിച്ചു. അന്നത്തെ കാലത്ത് അടിമത്തം കൊടികുത്തി വാണിരുന്ന സാഹചര്യമാണ്. റോമ സാമ്രാജ്യത്തിൽ അടിമ കേവലം ജീവനില്ലാത്ത വസ്തുവിന് തുല്യമായിരുന്നു. എങ്കിലും ഈ ശതാധിപൻ തൻ്റെ ദാസൻ രോഗിയായപ്പോൾ അവനെ ഉപേക്ഷിച്ച് കളയാതെ കരുതി സ്നേഹിച്ചു. ഈ ആർദ്രത അല്ലെങ്കിൽ ഈ ഒരു മനസ്സരിവ് ചൈതന്യമുള്ള വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണ്? പലപ്പോഴും നമ്മുടെ വിശ്വാസവും ദൈവഭക്തിയും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് തോന്നിപ്പോകാം. എന്നാൽ ചൈതന്യമുള്ള വിശ്വാസം മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഹൃദയം ഒഴുക്കുന്ന വിശ്വാസമാണ്. തിരുവചന ചരിത്രത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. പഴയ നിയമ പുസ്തകത്തിൽ നെഹമ്യാവിനെ കുറിച്ച് വായിക്കുമ്പോൾ, തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി കേട്ടപ്പോൾ, പട്ടണത്തിൻ്റെ മതിൽ പൊളിഞ്ഞും യെരൂശലേം നശിച്ചും അതിൻ്റെ വാതിലുകൾ തീക്ക് ഇരയായും കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ഇരുന്ന് കരഞ്ഞു. താൻ വളരെ സുഖമായി രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാനപാത്രവാഹകനായി ജീവിക്കുകയാണ്. എന്നാൽ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി കേട്ടപ്പോൾ ഇരുന്ന് കരഞ്ഞു. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തയും ഭാരവും കരുതലുമുള്ള അവരുടെ വേദനകൾ പങ്കുവയ്ക്കുന്ന ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ മതിലിനുള്ളിൽ മാത്രമല്ല, അവിടെ നിന്ന് പുറത്തേക്ക് നോക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവണം. ശതാധിപന് തൻ്റെ ദാസനെക്കുറിച്ച് ഹൃദയത്തിൽ ഒരു വേദനയുണ്ടായിരുന്നു. അവൻ്റെ സൗഖ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടാനുള്ള ഒരു ഒരുക്കം അവനുണ്ടായിരുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നൊമ്പരപ്പെടുന്ന ഒരു ഹൃദയം, മറ്റുള്ളവരുടെ ദുഃഖം കാണുന്ന കണ്ണുകൾ ഉള്ള ഒരനുഭവം, പങ്കുവയ്ക്കുന്ന ഹൃദയമാണ് ശതാധിപനിൽ കാണുന്ന രണ്ടാമത്തെ ഒരു പ്രത്യേകത.
തൻ്റെ ജീവിതത്തിലുള്ളത് പങ്കുവയ്ക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയം ശതാധിപനുണ്ടായിരുന്നു. യഹൂദന്മാർക്ക് ഒരു ആരാധനാലയം പണിതു കൊടുക്കാൻ ഒരുക്കമുള്ളവനായി. വിശ്വസിക്കുന്നവർക്ക് ജീവിതത്തിൽ പങ്കുവയ്ക്കാനുള്ള ഒരു ഹൃദയം കൂടിയുണ്ട്. വിശ്വാസം 3 രീതിയിൽ വെളിപ്പെടണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് ഏറ്റുപറയണം, ജീവിതത്തിൽ പ്രതിഫലിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നത് ജീവിതത്തിൽ പ്രതിഫലിക്കണം. സഹോദരൻ അഹോവൃത്തിക്ക് വകയില്ലാതെ ഞരങ്ങുമ്പോൾ സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുക എന്ന് പറയുന്നതല്ല വിശ്വാസം. അവന് വേണ്ടി കരുതാനും വേദനിക്കാനും കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം നിർജീവമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം പങ്കുവയ്ക്കുന്ന ഒരു ഹൃദയത്തിൽ നിന്ന് മാത്രമേ ചൈതന്യമുള്ള വിശ്വാസം വരികയുള്ളൂ. നമ്മുടെ സമയം എത്രമാത്രം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവിടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഭവനം മറ്റുള്ളവർക്ക് വേണ്ടി എത്രമാത്രം തുറന്നിടാറുണ്ട്. ആദിമ നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പാടാറുണ്ട്, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. പാടുന്നതിന് പ്രയാസമൊന്നുമില്ല. അതിശയം വേണമെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ സ്വഭാവം നമുക്കുണ്ടാവണം. അവരുടെ ഇടയിൽ മുട്ടുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ആദിമസഭയുടെ ചരിത്രം പറയുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിച്ചത് മറ്റുള്ളവരെയും അനുഗ്രഹിക്കാനാണ്. ദൈവം ആരോഗ്യം തന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയും ചെലവിടാനാണ്. ദൈവം സമ്പത്ത് തന്നത് പങ്കിടാനാണ്. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം നമ്മുടെ സഭയുടെ അന്തരീക്ഷത്തിൽ, നമ്മുടെ വ്യക്തിപരമായ വിശ്വാസ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിൽ ലഭിക്കണം എന്നത് ഒരാഗ്രഹം മാത്രമാകരുത്, അത് ഒരു പ്രായോഗികമായി തീരുകയും ചെയ്യണം. ചൈതന്യമുള്ള വിശ്വാസം, മറ്റുള്ളവരെക്കുറിച്ച് ഭാരമുള്ള വിശ്വാസം, ഇനിയും ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയവും താലന്തുകളും സ്വാധീനവും സമ്പത്തും ആരോഗ്യവും ഒന്നും നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ചെലവിടാനും ചെലവായി പോകാനും സ്വർഗത്തിലെ ദൈവം അത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ശതാധിപന് തൻ്റെ ജീവിതത്തിൽ കാണുന്ന വിശ്വാസത്തിൻ്റെ പ്രത്യേകത ഒന്ന്, മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ള ഹൃദയമായിരുന്നു. രണ്ടാമത് നമ്മൾ കണ്ടത് പങ്കുവയ്ക്കുന്ന ഹൃദയമായിരുന്നു. ഇതിനോട് വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് നമുക്ക് ധ്യാനിക്കാം, ആശ്രയിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു. വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിനെ ഹൃദയപൂർവ്വം ആശ്രയിക്കുന്നതാണ്. ആ ശതാധിപൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. കർത്താവേ, നീ എൻ്റെ വീട്ടിൽ വരേണ്ട കാര്യം പോലുമില്ല. നീ അവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, നിൻ്റെ സാന്നിധ്യം പോലെ നിൻ്റെ വചനത്തിനും ശക്തിയുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നേക്കും എന്നല്ല, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്നാണ് പറഞ്ഞത്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും എന്ന് ഉറയ്ക്കുന്നതാണ് വിശ്വാസം. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്ന വിശ്വാസം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തിൽ നിന്ന് വിശ്വാസം വരുന്നില്ല. കർത്താവിനോട് പറ്റിയിരിക്കുന്ന ഹൃദയത്തിൽ നിന്നാണ് ഈ ചൈതന്യമുള്ള വിശ്വാസം വരുന്നത്. വിശ്വാസം കാണുന്നത് പ്രശ്നങ്ങളെ അല്ല, പിന്നെയോ ദൈവത്തെയാണ്. നമ്മൾ പ്രശ്നങ്ങളെ വലുതായിട്ട് കാണുമ്പോൾ വിശ്വാസം ചെറുതായി പോകും. ആ കണ്ണുകൾ കൊണ്ട് കർത്താവിനെയും കർത്താവിൻ്റെ സാധ്യതകളെയും നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നില്ല. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകൾ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തെ കാണാൻ സഹായിക്കട്ടെ. നമ്മുടെ രോഗത്തെക്കാൾ കൂടുതൽ കർത്താവിനെ കാണാൻ നമുക്ക് ഇടയാകട്ടെ. നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ പ്രതിസന്ധികളെക്കാൾ ജീവിതത്തെ കാണാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ.
രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം ചെയ്യുന്നു. പ്രതീക്ഷയുടെ പുതിയ പകലിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ ബലമുള്ളതാക്കി നൽകണമേ. വഴുതി പോകുന്ന വിശ്വാസത്തിന് ഉടയവരായിട്ടല്ല, ഉറപ്പുള്ളവരായി തീരാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പകൽക്കാല ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും ഞങ്ങളുടെ യാത്രകളും ഉത്തരവാദിത്വ നിർവഹണ മേഖലകളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ ആലോചന നൽകി വഴി നടത്തണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് പകരണമേ. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, കരുതാൻ ആർദ്രതയുള്ളൊരു ഹൃദയവും ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ ജീവിതത്തിൻ്റെ നന്മകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നല്ല അനുഭവങ്ങളുടെയും പുതുവർഷം ദാനമായി നൽകണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.